വാട്സപ്പിൽ ഒരു ഹായ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ SBI ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നും അതുപോലെ കുറച്ച് കാലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാനുള്ള മാർഗ്ഗവും അതുമാത്രമല്ല ഇതുപോലത്തെ കൊച്ചു കൊച്ചു കുറേ സേവനങ്ങൾ വാട്സപ്പിൽ ഒരു സിമ്പിൾ ഹായിലൂടെ കിട്ടാനുള്ള മാർഗ്ഗമുണ്ട്. അതെങ്ങനെയാണെന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. SBI ബാങ്കിൻ്റെ ബാലൻസ് ഒരു സിമ്പിൾ വാട്സപ്പ് ഹായിലൂടെ അറിയണമെങ്കിൽ ആദ്യമായി ചെയ്യുമ്പോൾ മാത്രം ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. ഒന്നാമത്തെ കാര്യം, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ നമ്മുടെ മൊബൈലിൽ മിനിമം ഒരു 2 രൂപയെങ്കിലും ബാലൻസ് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണെന്ന് പുറകെ വരുന്നു. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ മൊബൈലിലെ ടെക്സ്റ്റ് മെസ്സേജ് എടുത്തിട്ട്, ഓർക്കുക വാട്സപ്പ് അല്ല, ടെക്സ്റ്റ് മെസ്സേജ് എടുത്തതിന് ശേഷം അതിൽ അയക്കേണ്ട ആളുടെ നമ്പർ ടൈപ്പ് ചെയ്യേണ്ടടുത്ത് ഈ നമ്പർ 7208933148 72089333148 എന്ന ഈ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് താഴെയായിട്ടോ ചില മൊബൈലിൽ മുകളിലായിട്ടോ ഒക്കെ വരാറുണ്ട്. അവിടെ നമ്മൾ ഈ കാണുന്ന WAREG, വാട്സപ്പ് രജിസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. WAREG എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്പേസ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ മൊത്തമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അവിടെ അങ്ങനെ ഒരു യെല്ലോ കളറിൽ ഇൻറ്റു മാർക്ക് കൊടുത്ത് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മൊബൈലിൽ ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ഒന്ന് ടോപ്പപ്പ് ചെയ്യുക. അതിനുശേഷം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിയർ കസ്റ്റമർ, യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ഫോർ SBI വാട്സപ്പ് ബാങ്കിങ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് തന്നെ ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഇനി നോർമൽ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ ആദ്യം ഒരു നമ്പർ സേവ് ചെയ്തിട്ടായിരുന്നല്ലോ SBIയുടെ. സോ ഞാനിതിവിടെ SBI വാട്സപ്പ് എന്ന് പറഞ്ഞ പേരിലാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. SBI വാട്സപ്പ് എന്ന് പറഞ്ഞത് അത് ഓപ്പൺ ആക്കുക. നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആദ്യം സേവ് ചെയ്തിട്ടിരിക്കുന്ന SBIയുടെ നമ്പർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം സാധാരണ നമ്മൾ മെസ്സേജ് അയക്കുന്ന പോലെ ഒരു ഹായ് ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും ഡിയർ കസ്റ്റമർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു SBI വാട്സപ്പ് ബാങ്കിങ് സർവീസസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗെറ്റ് ബാലൻസ് എന്നും തൊട്ടുപുറത്ത് ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ട്. അല്ല, ഗെറ്റ് ബാലൻസ് എന്നുള്ളതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോഴേക്കും പ്ലീസ് വെയിറ്റ് വൈൽ വി ഫെച്ച് യുവർ ബാലൻസ് ഡീറ്റെയിൽസ് എന്നും പറഞ്ഞ് മെസ്സേജ് വരികയും അപ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മളുടെ അവൈലബിൾ ബാലൻസ് എന്നും പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപയുണ്ട് അത് കൊടുത്തിട്ടുണ്ടാവും. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ബാലൻസ് കിട്ടിയെന്നുള്ളതാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ തന്നെ ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാണ് വന്നത്. നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താൽ മതി. ഒന്നുകൂടെ കൊടുത്തു കഴിയുമ്പോഴേക്കും വീണ്ടും കാണാം, നമുക്ക് ഫെച്ച് യുവർ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരികയും അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമ്മളുടെ അവസാനത്തെ കുറേ ട്രാൻസാക്ഷൻസ് വരും. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വുഡ് യു ലൈക്ക് ടു വ്യൂ മോർ ട്രാൻസാക്ഷൻസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് നടന്ന നമ്മളുടെ അക്കൗണ്ടിലൂടെ നടന്ന ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ അതർ സർവീസസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി പെൻഷൻ സ്ലിപ്പ്, ഇൻഫോ ഓൺ ലോൺ പ്രൊഡക്ട്സ്, ഇൻഫോ ഓൺ എന്ന് പറഞ്ഞ് നമുക്ക് SBIയിൽ നിന്ന് കിട്ടാവുന്ന മറ്റ് ചില സർവീസുകൾ കൂടി നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. വളരെ സിമ്പിളാണ്, വളരെ യൂസ്ഫുള്ളാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും അറിയിക്കുക. താങ്ക് യു.